കേരള സാങ്കേതിക സർവകലാശാലയിലെ ആദ്യ എംടെക് ബാച്ചിന്റെ പരീക്ഷയാണ് അനിശ്ചിതത്വത്തിലായത്. ഡിസംബർ 2-നായിരുന്നു നേരത്തെ പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരുന്നത്. പരീക്ഷാ നടത്തിപ്പിന് പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഒഴിവാക്കിയതോടെയാണ് സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനം അവതാളത്തിലായത്. എംടെക്കിന് 10 സിലബസുകളാണ് സംസ്ഥാനത്തുള്ളത്. 10 ക്ലസ്റ്ററുകളായി തിരിച്ച് പരീക്ഷ നടത്തേണ്ടതിനാൽ കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. അതേസമയം 2ാം സെമസ്റ്റർ ക്ലാസുകൾ ആരംഭിക്കാൻ പരീക്ഷാ കൺട്രോളർ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ വൈസ് ചാൻസലർ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. 2ാം സെമസ്റ്റർ ക്ലാസുകൾ തിങ്കളാഴ്ച ആരംഭിക്കും. 1ാം സെമസ്റ്റർ പരീക്ഷ എപ്പോൾ നടത്തുമെന്ന കാര്യത്തിൽ സർവകലാശാല ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. ആദ്യ സെമസ്റ്റർ പരീക്ഷ സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കെയാണ് 2ാം സെമസ്റ്റർ ക്ലാസുകൾ ആരംഭിക്കാനുള്ള സർവകലാശാലയുടെ തീരുമാനം. ആദ്യ 2 സെമസ്റ്ററുകളുടെയും പരീക്ഷകൾ ഒരുമിച്ച് നടത്താനോ 2ാം സെമസ്റ്റർ പൂർത്തിയാകുന്നതിന് മുൻപ് ആദ്യ സെമസ്റ്റർ പരീക്ഷ നടത്താനോ സർവകലാശാല ഇപ്പോൾ ആലോചിക്കുന്നത്. രണ്ടാണെങ്കിലും വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്നതാണ് സർവകലാശാല തീരുമാനം. ബിടെക് 1ാം സെമസ്റ്റർ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് നേരത്തെ വിവാദമായിരുന്നു. PPJC, മീഡിയ 1, തിരുവനന്തപുരം.